ചിരിക്കണ്ട, കള്ളനോ, കള്ളക്കള്ളൻ. ഇത്ര നാളെ ഞങ്ങൾ കാത്തിരിക്കുന്നു. എന്തേ നീയും നിന്റെ വയറ്റിൽ വന്ന് പെറുക്കാത്തെ? അച്ചടാ, പിണങ്ങിയോ? എനിക്കറിയാം, നീ വരും. ഒരു നാട് എന്റെ വയറ്റിൽ വന്ന് പിറക്കും. വരില്ലേ കണ്ണാ? ദീപം മുറിക്കാം. എന്തി കുട്ടേട്ടാ, എന്തെങ്കിലും നോക്കണേ? ഞാൻ സുന്ദരിയല്ലേ? സുന്ദരിയൊക്കെയാണ്, പക്ഷേ രണ്ടു കാര്യം നീ മറന്നു. അയ്യോ, ഇപ്പൊ വരാവേ. ഇന്നത്തെ ആഘോഷം ഞാൻ ആരോടും പറഞ്ഞില്ല. അറിയാലോ, ഭയങ്കര ടൈറ്റാ. അറിഞ്ഞാല് എല്ലാവരും ഓടിക്കത്തിച്ചിങ് വരും. അതാ മോളെ. അയ്യോടാ, എനിക്ക് അറിഞ്ഞൂടാ എന്റെ കുട്ടേട്ടനെ. ഉള്ളപ്പോ നമ്മൾ ഉള്ള പോലെ അങ്ങ് അടിച്ചു പൊളിച്ചില്ലേ? ഇല്ലാത്തപ്പോതാ ഇങ്ങനെ മതി. അയ്യേ, വിയർത്ത് കുളിച്ചു നിൽക്കാ, മാറും. ഓ പിന്നെ വിയർപ്പ്. ഈ മണം എനിക്കിഷ്ടാ. ഈ മണം ഇല്ലെങ്കിലേ ഈ മീരയില്ല. കൃഷ്ണ ഗുരുവായൂരപ്പ. മീരേ, ആ ചീപ്പെന്തേ? എന്താ കുട്ടേട്ടാ ഇത്? ഈ കൺമുന്നിലിരിക്കുന്ന ചീപ്പ് എടുക്കാനാണോ മീര മീര എന്ന് പറഞ്ഞ് കൂകി വിളിച്ചത്? ഇന്നോ? നീ അല്ലേടി എന്റെ എല്ലാം. ഇന്ന് സൺഡേ അല്ലേ? ഇന്നെന്താ പരിപാടി? കൂട്ടുവിടാൻ പോണില്ലേ? ആ, ഇന്ന് രാവിലെ തന്നെ അങ്കിളിന്റെ കോള. അപ്പ ഇന്ന് നല്ല കോള. കുറച്ച് വൈകും. അത് പുത്തിരിയല്ലോ. പിന്നെ കുട്ടേട്ടാ, ഇന്ന് കുട്ടേട്ടൻ വരുമ്പം ഗന്ധർവനായിട്ട് വരരുത്. മനസ്സിലായില്ല? 4 കാലില് വരരുതെന്ന്. ഇല്ല മോളെ, മാക്സിമം 3 എണ്ണം. ഓ, ഇത് ഞാൻ കുറേ കേട്ടിട്ടുള്ളതാ. കഴിക്കണ്ടെന്ന് പറഞ്ഞ കുട്ടേട്ടൻ കേൾക്കത്തില്ല. പരമാവധി കഴിക്കാതിരിക്കാൻ നോക്കണം. ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ കഴിക്കരുതെന്ന്. മരുന്ന് കഴിക്കണതാണെന്ന് ഓർമ്മ വേണം കുട്ടേട്ടാ. ഇല്ല മോളെ, നമ്മുടെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വന്ന് പിറക്കുന്നവരെ
നിന്റെ കുട്ടേട്ടൻ ഡീസൻ്റാ. അപ്പൊ അത് കഴിഞ്ഞ് അറിയാവുന്നതാണോ? നിന്റെ കുട്ടേട്ടൻ അന്നും ഇന്നും എന്നും ഡീസൻ്റാ. എന്തേ കാണണോ? ഒന്ന് പോയ കുട്ടേട്ടാ, എനിക്ക് നാണം വരുന്നു. ഓ പിന്നെ ഇന്നലെ കണ്ടില്ലേ നാണം? ഇത് പറ, എപ്പ വരും? പോയി വന്നിട്ട് പറ. പോയിരട്ടെ. കുട്ടേട്ടാ. ഓ എന്താ മോളെ? ഡോക്ടർ പറഞ്ഞ കാര്യം മറക്കല്ലേ? ഇല്ല മോളെ, കുട്ടേട്ടൻ കഴിക്കില്ല. മോളാണേ സത്യം. പിന്നെ നീ അകത്തേക്ക് പോ. നിന്നെ വല്ല കള്ളന്മാരും കട്ടുകൊണ്ടു പോ. പിന്നെ ലോകത്തെ ഏറ്റവും വലിയ കള്ളന്റെ കൂടെ ഞാൻ ജീവിക്കുന്നത്. ഈ കള്ളനെ വെല്ലുന്ന കള്ളൻ വേറെ ഇല്ല. മോൻ ചെല്ല്. അപ്പൊ ഓക്കെ, പോയിട്ട് വരാം. ഓ ഇതറങ്ങി ഇപ്പൊ എത്തും. അപ്പൊ ശരി, പോയിട്ട് വരാം. സവാരി ഗിരിഗിരി. അങ്കിളേ, അങ്കിളേ. കുട്ടാ കേരുവാളാ അങ്കിളെ, ദേ കുട്ടൻ വന്നിട്ടാ. കുട്ടൻ എന്താടാ വിളിച്ചാ ഫോൺ കൊടുക്കൂല. എന്തുപറ്റി? ഓഫാണോ? ഓഫൊന്നുമല്ല, കലിപ്പാണ്. കലിപ്പോ? ആരോട്? നിന്നോട്. എന്നോടോ? പിന്നല്ല. അങ്കിളെ പോടാ വൃത്തികെട്ടവനെ. അവൻ ഫോൺ വിളിച്ചാലും എടുക്കത്തില്ല. അവൻ എപ്പോ നോക്കിയാലും പെൺപിള്ളയുടെ പാവാട തുമ്പി തൂങ്ങി നടക്കുക. വേറെ ആർക്കും ഭാര്യമാരില്ലേ? വിട് വിട് വിട്. എന്റെ പൊന്നങ്കിളെ, അങ്കിളിനറിയാലോ, അവൾക്ക് ഞാനും, എനിക്ക് അവളല്ലേ ഉള്ളൂ. പിന്നെ ഞങ്ങളൊക്കെ ആരാടാ? ശരി അങ്കിളെ, അവന് നമ്മൾ വല്ലവരും ആണോ? അവനുണ്ട്, അവൻ്റെ ഒരു പെണ്ണുമുള്ളയുണ്ട്. അതാണ് അവന്റെ ലോകം. എടാ കുട്ടാ, നമ്മളൊക്കെ വിവാഹിതരാ. ലാലു ആണെങ്കിൽ ബാച്ചിലർ. വെറും ബാച്ചറല്ല, ക്രോണിക് ബാച്ചറർ. അവനും ഇല്ലടാ ഒരു മോഹം. എന്ത് മോഹം? പെണ്ണിന്റെ ഒരു ചൂടേ. അതവൻ കല്യാണം കഴിച്ച പോരെ? കല്യാണം കഴിക്കാനോ? ഈ ഞാനോ? എനിക്കിഷ്ടമല്ല. പിന്നെ അവൾക്ക് ചെല്ലും ചെലവും കൊടുക്കണം, പിന്നെ മക്കളായി, അതായി ഇതായി. ഓ അതൊക്കെ വലിയ പാടാങ്കളെ. ഇതാവും മതി. നിനക്കിപ്പോ അങ്ങനെയൊക്കെ തോന്നും. പ്രായം ചെറുപ്പല്ലേ, പതിയെ മനസ്സിലായിക്കോളും. ലാലു അവന്മാരാ, വാതിലോർന്നോളൂ. ചെല്ലില്ലേ? കേറിവാടാ മക്കളെ. എവിടെയായിരുന്നു ഇതുവരെ പട്ടി? കുറെ നാളായല്ലോ നിന്നെ കണ്ടിട്ട്. ഇവിടെ എത്ര നാളായുടെ കുട്ടാ കണ്ടിട്ട്. എന്ത് പറയാനാ? അപ്പൊ സാർത്തും ഇത് മാറണ്ടേ? ഞങ്ങൾ അങ്ങനെയാ. എന്നും കണ്ടാ മതി. നിർത്ത്. ഉള്ള മൂടുകളുണ്ടാവും, പൊട്ടിച്ചടിക്കാൻ നോക്ക്. അതപ്പോ പൊട്ടിച്ചൊന്ന് ചോദിച്ചാ പോരേ. കുപ്പിയാക്കാൻ പഠിച്ച എന്റെ സ്വഭാവം മാറും. എത്ര കഷ്ടപ്പെട്ടാണെന്നറിയാം അത് കൊണ്ടുവന്നത്. പുതിയ കോമഡിയാ. അളവ് തെറ്റരുത് പറഞ്ഞേക്കാം. ഇവിടെ അളവൊന്നും നോക്കണ്ട. ഇത് ഷെയർ ഇട്ട് വാങ്ങിച്ചൊന്നുമല്ല, അങ്കിളിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് വാങ്ങിച്ചതാ. അല്ല അങ്കിളെ? മതി കാച്ചു നിർത്ത്, കീച്ചാൻ നോക്ക്. എങ്കിൽ ആദ്യത്തെ എന്റെ കൂടുതലടിക്കട്ടെ. ഇല്ല അങ്കിളെ, ഒന്നും തോന്നരുത്, ഞാൻ അടിക്കുന്നില്ല. കഷ്ടപ്പെടാൻ മേടിച്ചത് എന്തോ? എങ്ങനെ കാശ് കഷ്ടപ്പെടാൻ ഞാനിത് മേടിച്ചെന്ന് പറയായിരുന്നു. ഇപ്പൊ ശരി അല്ലെ? പിള്ളേക്ക് നോണ പറയുന്നത് അല്ലെങ്കിലേ? അതെ കേറ്റ്. അതെ, ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു, കഴിക്കൂല. എടാ വാക്കല്ലേ കൊടുത്തുള്ളു, തലയൊന്നും കൊടുത്തില്ലല്ലോ. എടാ മദ്യം മാറ്റാൻ പറ്റുമോ ജീവിതത്തിൽ നിന്ന്? പിന്നെ അടിക്കടാ കുട്ടാ, ഒരെണ്ണം അടിക്കടാ. പറഞ്ഞാലും മനസ്സിലാവില്ല. അടി കഴിക്കടാ. ഓക്കെ. അടിക്കൂലെന്ന് പറഞ്ഞു വന്ന കുട്ടനെ മാക്കെന്നും പറഞ്ഞ് 3 എണ്ണം അടിപ്പിച്ചവനാണ് ഈ അങ്കിള്. അതാണ് അങ്കിള്. ഒരു എക്സസൈസുകാരനാണോടാ ഊത്താൻ പറയണത്? റിട്ടയറായി, ഇനി പപ്പനൂത്ത്. എനിക്ക് ഊത്തണ്ട, എന്റെ കോട്ട.
ഒന്നല്ലിട്ടിരിക്കുക, തീർത്തിട്ട് പോയാൽ മതി. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് എന്നെ നിർബന്ധിക്കരുത്. എന്നാ പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കുമായിരുന്നു. ഒന്ന് പോവാങ്ങളെ, മരുന്നിന്റെ കൂടെ രണ്ടാടിച്ചു കരുതി ഒന്നും സംഭവിക്കാനില്ല. അല്ലടാ, അങ്ങനെയാണെങ്കിൽ ഷായിപ്പാപ്പനെ മക്കളെ ഉണ്ടാവൂല. അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് മക്കളേ ഉണ്ടാവില്ല. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കുടിക്കുക. ചാറാ പറയുന്ന 3 പിള്ളേര്. എടാ കുട്ടാ, എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. എന്റെ രണ്ടാമത്തെ കൊച്ചിന് 3ാമത്തെ മാസമായപ്പോഴാണ് അടുത്ത് കയറി പിടിച്ചത്. അതൊക്കെ പാടോടെ ഞാൻ അതാ പറഞ്ഞത്, ദൈവത്തിന് കണ്ണു കാണില്ല. അതിലേ ദൈവത്തെ പറഞ്ഞ കാര്യമൊന്നുമില്ല, അതിന് പണിയെടുക്കണം. പിന്നെ അതിന് കുട്ടന് വല്ല പണി അറിയാവാ? അങ്ങളെ, എനിക്കാരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ഭാര്യ ഹാപ്പിയാണ്. നീ ഹാപ്പി ആയിരിക്കും, പക്ഷെ നിന്റെ ഭാര്യ ഹാപ്പി ആണോ നീ ചോദിച്ചിട്ടുണ്ടോ? അതിന് നീ ചൂടാകണേ എന്തിനാ? നീ ആദ്യം ആണാണെന്ന് തെളിയിക്ക്, എന്നിട്ട് ഞങ്ങൾ അംഗീകരിക്കാം. നന്നായി. എടാ, മദ്യം കുടിച്ചിട്ടല്ല ആണാൻ തെളിയിക്കേണ്ടത്. ഒരു പെണ്ണിനെ തൃപ്തിപ്പെടുത്തണം. എന്നിട്ട് അവള് പറയണം നീ പുലിയാണ്. പറ്റുവാ? വല്ല കഴിവുണ്ടോ? തമ്പുരാനറിയാം. എൻ്റെ ഭാര്യ എന്ന് പറയണോ ഞാൻ പുലിയാണെന്ന്? നിന്റെ ഭാര്യ മീര വന്ന് പറയണ്ട, അവള് പാവാ. പിന്നെ ആരൊന്ന് പറയണം? ആരെ കൊണ്ട് പറയിപ്പിക്കണം? നിങ്ങൾ പറ. പറയിപ്പിക്കാനൊക്കെ ആളുണ്ട്, നീ നിന്റെ കഴിവൊന്ന് തെളിയിച്ചാ മതി. ഞാൻ തെളിയിക്കാം. എവിടെയാ? കൊണ്ടുവാ. നീ എവിടെ പോകുന്നു വേണ്ട, ഇവിടെ തന്നെ ഉണ്ട്. എവിടെയാ? എവിടെ? അതിന് ഞാൻ മുറി ഒന്ന് തുറന്നു നോക്കിയാൽ മതി. നിന്റെ കരുത്ത് തെളിയിക്കാനുള്ള സുന്ദരി അവിടെ ഉണ്ട്. നീ ഒരു പസോടെ അടിച്ചിട്ട് പോകും. ഒരു എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. മാറേ. എന്തോ കൂട്ടത്തിൽ കിളിവോന്ന് വന്നോട്ടാ. എന്താ പേര്? കുട്ടൻ. എന്താ പേടിയുണ്ടോ? എനിക്കോ? പേടിയൊന്നുമില്ല. എന്താ പേര്? മായ. ഞാൻ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരും ഇത് തന്നെയാ പറയാറ്. അയ്യേ, എന്താ ഇത്? ആണുങ്ങളായ മുഖത്ത് നോക്കി സംസാരിക്കണം, ധൈര്യം വേണം. മനസ്സിലായോ? അതാണ് യഥാർത്ഥ പുരുഷൻ. എന്ത് ചൂടാ കഴിക്കാൻ? നദിയിലൊഴുകും നീ മാതളപ്പൂവായ നീലാംബരത്തിലെ ശലഭമായി ഞാൻ നീർമാതളപ്പൂവായി ഞാൻ.
എന്താ പറ്റിയേ? ആരുമില്ല, ഒന്നുമില്ല. ആരാ വിളിച്ചേ? ആരുമില്ല, ഒന്നുമില്ല. ഉം. മായ, ശ്ശേ. നാശം. ശ്ശേ. സാരമില്ല, പോട്ടെ. ഞാൻ മാറ്റി തരാമല്ലോ ഈ മൂഡ് ഓഫ്. ശ്ശേ. കൊറേ നേരമല്ലോ ഏ, വിളിക്കുന്നു. എടുക്കല്ലേ? ആരാ ഇത്? അമ്പട കള്ള. അപ്പ എന്നോട് നുണ പറഞ്ഞാണല്ലേ? ദേ ഏതൊരു മീര. ആരാത്? വേറെ സെറ്റപ്പാ? മിണ്ടി പോകരുത്. അതെന്റെ മീരയാ, എന്റെ ഭാര്യ. ആര്? എന്റെ ഭാര്യ, എന്റെ മീര. എന്നിട്ടാണോ നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നത്? കഷ്ടം. മായ, എന്നോട് ക്ഷമിക്കണം. പറ്റിപ്പോയി. ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് പറ്റിപ്പോയ തെറ്റ്. എനിക്ക് കഴിയില്ല, എന്നെ കൊണ്ടാവില്ല. ഞാൻ പോവാ. ആദ്യമായി ഞാൻ എൻ്റെ മീരയോടും എന്നോട് തെറ്റ് ചെയ്തു. എന്നോട് പൊറുക്കണം, എന്നോട് പൊറുക്കണം. പല തരത്തിലുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എനിക്ക് ശരിക്കും ഇഷ്ടായി. സത്യം പറ, ഞാൻ കാണാൻ മോശമായിട്ടാണോ എന്നെ വേണ്ടാത്തത്? ഏയ്, ഒരിക്കലുമല്ല. നീ സുന്ദരിയാ. പക്ഷേ എൻ്റെ ഭാര്യ, അവളാണ് എനിക്കെല്ലാം. അവളെ ഞാൻ ചതിക്കില്ല. പ്ലീസ്, എന്നെ പോകാൻ അനുവദിക്കണം. നിങ്ങൾ വലിയൊരു മനുഷ്യനാ. നന്മയുണ്ട് നിങ്ങൾക്ക്. ഭാഗ്യം ചെയ്തവളാ നിങ്ങളുടെ ഭാര്യ. പൊയ്ക്കോളൂ. എന്നും നല്ലതേ വരും. താങ്ക്സ്. എൻ മനതാരിൽ കുളിർമാരിയായി പെയ്തിറങ്ങി നീലാംബരത്തിലെ ശലഭമായി ഞാൻ നീർമാതളപ്പൂവായി നീ. ദേ കുട്ടൻ. പെട്ടെന്ന് കഴിഞ്ഞാ അത് ശരിയാണല്ലോ. ഒരു കോഴി ഒത്ത ഇതിൽ കൂടുതൽ സമയമുള്ള കൂട്ടാ. അതാണ് കുട്ടൻ. അങ്കിളെ, ഞാൻ പോവാ. എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. ആ, അതിന് നീയൊന്നും കാട്ടിയില്ലല്ലോ. ഇവിടെ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. അതാണ് ആണുങ്ങൾ. ശരിയാ, ഞാൻ ആണല്ല. ആണും പെണ്ണും കേട്ടവനാ. മനസ്സിലായോ? തമാശ പറഞ്ഞാടാ. ഓടാ. എനിക്കാരും വേണ്ട. എന്റെ മീര, അവള് മതി എനിക്ക്. ഞാൻ പോവാ. ഗുഡ് ബൈ. കൂട്ടാ മഴ മഴയിട്ട് പോടാ. പോടാ. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞിട്ടൊന്നും വേണ്ട. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായി. നീ മിണ്ടരുത്. നിനക്ക് ഒരുത്തരം വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങളും ഉണ്ടായത്. എടാ കുട്ടൻ പോയടാ. കുട്ടൻ പോയാ? അവൻ പോണ പോട്ടെ. നമുക്ക് ഇതങ്ങ് തീർത്താലോ? അത് കറക്റ്റ്. കുട്ടേട്ടൻ എവിടെയായിരുന്നു ഇത്രയും നേരം? എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞത്? വേണ്ട, ഒന്നും പറയണ്ട. മീര, എന്നാലും ഞാൻ വിളിച്ചിട്ട് കുട്ടേട്ടൻ എന്നാ ഫോൺ എടുക്കാഞ്ഞത്? മീര, അത് വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി. എനിക്ക് കുട്ടേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? ആ കൈ ഇങ്ങോട്ട് നീട്ടിക്കേ. ഇങ്ങോട്ട് താ കുട്ടേട്ടാ. കുട്ടേട്ടനൊരു അച്ഛനാവാൻ പോവാ. അതെ, കുട്ടേട്ടനൊരു അച്ഛനാവാൻ പോവാന്ന്.
എന്താ കുട്ടേട്ടാ, എന്താ പറ്റിയേ? മാപ്പ് മാപ്പ്. പിന്നെ കുട്ടേട്ടാ, ഇന്ന് കുട്ടേട്ടൻ വരുമ്പം ഉം. ഗന്ധർവനായിട്ട് വരരുത്, മനസ്സിലായില്ല? 4 കാലിൽ വരരുതെന്ന്. നീ അകത്തേക്ക് പോ. നിന്നെ വല്ല കള്ളന്മാരും കട്ടുകൊണ്ട് പോകും. കുട്ടാ ഒരു കോഴിയോത്ത ഇതിൽ കൂടുതൽ സമയമുള്ള കൂട്ടാ. എടാ മദ്യം കുടിച്ചിട്ടല്ല കാണാൻ തെളിയിക്കുന്നത്, ഒരു പെണ്ണ് തൃപ്തിപ്പെടുത്തണം. എന്നിട്ട് അവള് പറയണം നീ പുലിയാണ്. പറ്റുവാ? എടാ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. അതാണ് യഥാർത്ഥ പുരുഷൻ. ശരിയാ, ഞാൻ ആണല്ല, ആണും പെണ്ണും കിട്ടവനാ. പോട്ടെ, ഞാൻ മാറ്റി തരാമല്ലോ ഈ മൂഡ് ഓഫ്. മതി 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 മതി, കാച്ചു നിർത്ത്, ടീച്ചാ നോക്ക്. എനിക്കറിയാം നീ വരും. ഒരു നാട് എന്റെ വയറ്റിൽ വന്നു കിടക്കും. വരില്ല കണ്ണാ?